പ്രൈസ് ദി ലോർഡ് ആൻഡ് വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഇന്ന് രാവിലെ തന്നെ ഒരു പുഞ്ചിരിയോടെ ഇന്നത്തെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ വരിക. ഹല്ലേലൂയ, കർത്താവ് ഉണ്ടാക്കിയ ദിവസമാകുന്നത് നമ്മൾ സന്തോഷിച്ച് നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആത്മാവിനെ ഉണർത്താം, നമ്മുടെ ശരീരങ്ങളെ ഈ സമയത്ത് ഉണർത്താം. ദൈവം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്, അതിനുവേണ്ടി നമ്മൾ റെഡിയായി തീരുക. ആമേൻ. നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് റാന്നിയിൽ നിന്ന് ഒരു വെൽ വിഷറാണ് ഉള്ളത് ആസ് എ കോ സ്പോൺസർ. ഒരുമിച്ച് നമുക്ക് ബ്രദറിനെയും ആ ഫാമിലിയെയും നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെൽവിഷറിൻ്റെ ആ രോഗത്തിൽ പരിപൂർണമായ ഒരു സൗഖ്യം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ വി ടേക്ക് ദാറ്റ് സിക്നെസ് ഓഫ് ഹിം റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം. ഈ മാസം നടക്കുന്ന ആ റിസൾട്ടിൽ എല്ലാം നോർമലാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ അത്ഭുതം ആ സഹോദരൻ്റെ ലൈഫിൽ സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഇന്ന് വേറൊരു കോ സ്പോൺസർ ഉള്ളത് ബ്ലെസ്സി എഫ്രൈം ഫ്രം ബാംഗ്ലൂർ. ഇന്ന് മകൻ നേത്തൻ്റെ 4ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ നേത്തൻ, മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, നേത്തന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഷമുവേൽ ബാലൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുപോലെ ഈ മകൻ ദൈവത്തിൻ്റെ ശബ്ദം ഈ പ്രായം മുതൽ കേൾക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വി ബ്ലെസ് ഹിം. വളർച്ച കറക്റ്റ് സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലും കർത്താവെ മകൻ വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ ഫേവർ ഈ മകൻ്റെ മേൽ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വി ടുഗെദർ ബ്ലെസ് ഹിം ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ. ഇന്നത്തെ 2 സ്പോൺസേഴ്സിനും പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ഫോർ സ്പോൺസറിങ് ആൻഡ് താങ്ക് യു ഫോർ ബീങ് എ ബ്ലെസ്സിങ് ഫോർ സോ മെനി പീപ്പിൾ. ഇതുപോലെ നിങ്ങൾക്കും ഇത് കാണുന്ന പല വ്യക്തികൾക്കും ഒരു അനുഗ്രഹമായി തീരാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്താലും യു ക്യാൻ ബി എ ബ്ലെസ്സിങ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കുവാണ്. പക്ഷേ അതിനു മുമ്പ് ഓർപ്പിക്കട്ടെ, ഈ ആഴ്ച മിഡിൽ ഈസ്റ്റിൽ നമുക്ക് മീറ്റിംഗ്സ് ഉണ്ട്. ഈ തേഴ്സ്ഡേ നമുക്ക് ഖത്തറിൽ, അപ്പോൾ തന്നെ ഈ ഫ്രൈഡേ നമുക്ക് UAE-യിൽ നമ്മുടെ സർവീസുകൾ നടക്കുന്നു. ബ്രദർ ഡാമിൻ ശുശ്രൂഷിക്കുന്നു. അതിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഓവർ ടു ദ വേർഡ് ഓഫ് ഗോഡ്. വെൽക്കം ബാക്ക്. എത്ര പേർക്ക് തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്? തുറന്നു കിടക്കുന്ന സ്വർഗത്തിൻ്റെ കീഴിൽ. ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന അനുഭവം എന്താണെന്നും അടഞ്ഞു കിടക്കുന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന അനുഭവം എന്താണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗം തുറക്കാനുള്ള താക്കോലുകളാണ്. അതിൽ 6 എണ്ണം കഴിഞ്ഞു. 7ാമത്തിലേക്ക് ഇന്ന് കയറാൻ പോകും. ഇതുവരെ നമ്മൾ കണ്ടത് 6ാമത്തേത് നമ്മൾ കണ്ടത് സ്വർഗത്തിലെ ദൈവത്തെ പിതാവായി കാണുക, പിതൃത്വത്തിൻ്റെ പ്രഖ്യാപനം. അതിൽ സ്വർഗം തുറക്കപ്പെടും. അങ്ങനെ ഒരു ലൈഫ് ജീവിച്ചാൽ ദൈവമേ കർത്താവേ, സർവജ്ഞാനിയായ ദൈവമേ എന്നൊക്കെ വിളിക്കുന്നതിനേക്കാൾ അബാ ഫാദർ, പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ഇൻറ്റിമേറ്റ് അപ്രോച്ച്. ആ റിലേഷൻഷിപ്പിലാണ് ഭയങ്കരമായ റിലീസ് ഉണ്ടാകും. അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് 7ാമത്തേതിലേക്ക് കയറുകയാണ്. കീസ് ടു ഓപ്പൺ ഹെവൻ നമ്പർ 7, ദ ലാസ്റ്റ് വൺ. ഇനിയും പലത് കാണുമായിരിക്കും. 7 താക്കോൽ അങ്ങ് തരുക. ഓക്കെ. എൻഫോഴ്സിങ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഓൺ എർത്ത്. ഭൂമിയിൽ സ്വർഗരാജ്യത്തെ, എങ്ങനെ എൻ്റെ മലയാളം പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഭൂമിയിലേക്ക് സ്വർഗരാജ്യത്തെ ബലം പ്രയോഗിച്ചു കൊണ്ടുവരിക. നല്ല ട്രാൻസ്ലേഷൻ എൻ്റെ പിന്നാലെ വന്നോളും. എങ്കിലും ഏകദേശം ഐഡിയയാണ് ഞാൻ പറയുന്നത്. ഭൂമിയിലേക്ക് സ്വർഗരാജ്യത്തെ, ദൈവരാജ്യത്തെ ഫോസിബിളായി ബലാത്കാരേണ ഇറക്കിക്കൊണ്ടുവരിക. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. മത്തായി സുവിശേഷം 11:12 വചനം നോക്കാം. Matthew 11 and verse number 12. From the days of John the Baptist until now, the kingdom of heaven has been subjected to violence, and violent people have been raiding it. ഇത് ഞാൻ വായിച്ചത്
ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിൽ നിന്നാണ്. മലയാളം നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഫ്രം ദ ഡേയ്സ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അൺടിൽ നൗ. യേശു കർത്താവ് നേരെ വായ് തുറന്ന് സംസാരിച്ച കാര്യമാണ്. ഇപ്പോൾ വരെ, ഇത് സംസാരിക്കുന്ന നിമിഷം വരെ. ഫ്രം ദ ഡേയ്സ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അൺടിൽ നൗ. യോഹന്നാൻ സ്നാപകൻ്റെ കാലം മുതൽ ഇതുവരെയും ദ കിങ്ഡം ഓഫ് ഹെവൻ ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു വയലൻസ്. ദൈവരാജ്യത്തെ പലരും ബലാത്കാരേണ പിടിച്ചടക്കുകയാണ്. ആൻഡ് വയലന്റ് പീപ്പിൾ ഹാവ് ബീൻ റെയ്ഡിങ് ഇറ്റ്. ബലാത്കാരികൾ അതിനെ കടന്ന് ആക്രമിച്ച് അതിനെ പിടിച്ചെടുക്കുന്നു. ഇതൊരു സംഭവമാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ, ഇതിൻ്റെ പൊരുളങ്ങ് തിരിഞ്ഞ് നമുക്ക് കിട്ടട്ടെ. കർത്താവേ, ഇതിനകത്തിരിക്കുന്ന സ്പിരിച്വൽ ന്യൂക്ലിയർ പവർ റിലീസാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അത് ജനങ്ങളുടെ മേലെ അത് വരട്ടെ. ഇത് ഒരു ബോംബ് ബ്ലാസ്റ്റ് പോലെ ഇത് കേൾക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെ അകത്ത് പൊട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇവിടെ സബ്ജക്റ്റഡ് ടു വയലൻസ് എന്നാണ് പറയുന്നത്. വയലൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വയലൻസ്, ആക്രമണം, ആതിക്രമം, അഴിഞ്ഞാടി അതിക്രമിച്ച് ബലാത്കാരേണ ചെന്ന് പിടിച്ചടക്കുന്നത്. ദൈവരാജ്യം ആക്രമിക്കപ്പെടും. റഷ്യ യുക്രൈനെ ആക്രമിച്ചു, ശരിയല്ല? ഇതുപോലെ പല രാജ്യങ്ങളും, ചില രാജ്യങ്ങൾ മറ്റു ചില രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കും. വയലൻസിൽ ചെന്ന് ആക്രമിച്ച് എന്ന് വെച്ചാൽ പീരങ്കി, കുതിരപ്പട, കഴുതപ്പട, കാലാൾപ്പട, എന്തൊക്കെ പടയുണ്ട് അതെല്ലാം, നാവികസേന, കരസേന, വ്യോമസേന, ഇതെല്ലാം കൂടെ, എല്ലാ ആർമികളും കൂടെ ആക്രമിച്ച് പല പല സ്ട്രാറ്റജിയിലൂടെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പിടിച്ചടക്കും. ഇത് ദൈവരാജ്യത്തിന് സംഭവിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. ദൈവത്തിൻ്റെ രാജ്യത്തെ ചില ആളുകൾ വന്നിട്ട്, ബലാത്കാരികളായ ചിലർ വന്നിട്ട്, വയലൻ്റ് പീപ്പിൾ ചിലർ വന്നിട്ട് റെയ്ഡ് ചെയ്ത് വയലൻ്റായി ആക്രമിച്ച് ദൈവരാജ്യത്തെ പിടിച്ചടക്കും. അയ്യോ, ദൈവത്തിൻ്റെ രാജ്യത്തെ എങ്ങനെ പിടിച്ചടക്കാൻ പറ്റും? ദൈവത്തിന് ദൂതന്മാരുണ്ട്, വലിയ ആർമിയുണ്ട്. ഈ കർത്താവിന് തന്നെ പറയുന്നത് ജഹോവ ഷബായോത്ത് അല്ലെങ്കിൽ യഹോവ സബായോത്ത് എന്ന് പറഞ്ഞാൽ ദ ലോർഡ് ഓഫ് ദി ആർമീസ്, സൈന്യങ്ങളുടെ യഹോവ. ഇത്രയും സൈന്യങ്ങളും പട്ടാളവും ഒക്കെ ഉള്ള ദൈവത്തിൻ്റെ രാജ്യത്തെ അതിർത്തി കാക്കാൻ ആളില്ലേ? എന്തുകൊണ്ട് ജനങ്ങൾ വന്നിട്ട് എങ്ങനെ ഇത് കീഴടക്കാൻ സാധിക്കും? എന്ത് ആയുധങ്ങളാണ് ഈ ജനങ്ങൾ ഉപയോഗിക്കുന്നത് ദൈവരാജ്യത്തെ പിടിച്ചെടുക്കാൻ? ഇവിടെ സബ്ജക്റ്റഡ് ടു വയലൻസ് എന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് ഫോഴ്സ്ഫുള്ളി അഡ്വാൻസ് ചെയ്ത് പിടിച്ചെടുക്കും. അപ്പോൾ സബ്ജക്റ്റ് ടു വയലൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഫോഴ്സിങ് വൺസ് വേ ഇൻ ടു എ തിങ്, ഇൻ ടു എ പ്ലേസ്, ഒരു സ്ഥലത്തേക്ക് തള്ളിക്കയറുക. സമരമുറകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ട്, കൊൽക്കത്തയിലും അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ യുവജനങ്ങൾ, ചില രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന വിഭാഗം അല്ലെങ്കിൽ അതൊക്കെ വന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, സെക്രട്ടേറിയറ്റ് ആക്രമിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ റോഡ് ഉപരോധം എന്നൊക്കെ പറഞ്ഞ് ഉപരോധിക്കുന്നു. അപ്പോൾ പോലീസ് വരുന്നു, പോലീസിൻ്റെ നേരെ ഇവർ തള്ളിക്കയറുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടായി. ഇതൊക്കെയാണ് ഈ പറയുന്നത് ഫോഴ്സിങ് വൺസ് വേ ഇൻ ടു എ തിങ്. ഇനി വേറെ രീതിയിൽ ഞാനതിനെ അവതരിപ്പിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പിക്ചറൊക്കെ നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഒരു വലിയൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ രാവിലെ 9 മണി മുതൽ സൗജന്യമായി എല്ലാവർക്കും 100 കിലോഗ്രാം അരിയും ഭക്ഷണ സാമഗ്രികളും ഇതെല്ലാം കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ വീട്ടുപകരണങ്ങൾ, മിക്സി, ഫാൻ, എന്ത് വേണം, ഒരു വീടിന് ആവശ്യമുള്ളതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞിരിക്കട്ടെ. 9 മണിക്കാണ് സപ്ലൈ തുടങ്ങുന്നത്. എനിക്കൊന്ന് തലേരാത്രി മുതൽ അല്ലെങ്കിൽ അറിയുന്ന സമയം മുതൽ പല ആളുകളും ഇതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കും.
എന്നിട്ട് 9 മണിക്ക് അവിടുത്തെ വാച്ച്മാൻ വന്ന് തുറക്കുമ്പോൾ അവിടെ ആദ്യം എത്തിയിരിക്കുന്നവർ എല്ലാവരും കൂടെ ആ ഗേറ്റിലേക്ക് തള്ളിക്കയറി. എനിക്ക് ആദ്യം, കാരണം തീർന്നു പോയി, എനിക്ക് കിട്ടിയില്ലെങ്കിലും. പണ്ട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി എറണാകുളം പാസ്പോർട്ട് ഓഫീസിൽ, ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വേറൊരു സെറ്റിങ്ങാണ്, അതൊരു സ്വകാര്യ ഏജൻസി നടക്കുന്നത്. എന്നാൽ എറണാകുളത്തെ പനമ്പള്ളി നഗറിലാണ് തോന്നുന്നു അറ്റത്ത് ഒരു പാസ്പോർട്ട് ഓഫീസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അവിടെ തുറക്കുന്നതിന് മുമ്പ് വെളുപ്പിന് 4 മണിക്ക് 5 മണിക്ക് അവിടെ ജനമാണ്. ജനങ്ങൾ വന്ന് അവിടെ കല്ല് വെക്കുക, അടയാളം വെക്കുക. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞത് ഞാനാണ് ആദ്യം വന്നത്, എനിക്ക് ആദ്യത്തെ ടോക്കൺ കിട്ടണം. ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തള്ളിക്കയറ്റം കിട്ടാൻ വേണ്ടിയുള്ള തള്ളിക്കയറ്റം. കർത്താവ് ഈ ഒരു പിക്ചറാണ് കൊണ്ടുവരുന്നത്. ദൈവരാജ്യത്തെ ബലാത്കാരികൾ വന്ന് തള്ളിക്കയറി ആക്രമിച്ച് അനുഭവിക്കുക. എത്ര പേർക്ക് ഇത് മനസ്സിലാകും? സാധാരണ വിശ്വാസികൾക്ക് ഇത് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് യോഹന്നാന്റെ കാലം മുതലാണ് സംഭവിച്ചിരിക്കുന്നത്, അതിനു മുമ്പില്ല. അതും മനസ്സിലാക്കണം. സ്നാപക യോഹന്നാന്റെ ശുശ്രൂഷ തുടങ്ങിയ സമയം മുതലാണ് ഈ സംഭവം നടക്കുന്നത്. ഹായ് സിസ്റ്റേഴ്സ്, ഈ ആഴ്ചയിൽ വിമൻസ് കോൺഫറൻസിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേകമായിട്ട് റീജിയണൽ വൈസ് ആയിട്ടുള്ള ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഞങ്ങൾ പലയിടത്തേക്കും വരാനായിട്ട് പോവുകയാണ്. ഈ ആഴ്ചയിലെ 6, 7 അതായത് വെള്ളി, ശനി ഈ 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ തിരുവല്ലയിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിലേക്കും വരാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് കടന്നു വരണം, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഈ ഗ്ലോ വിമൻസ് കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ കൗണ്ടറുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വലുത് ചെയ്യാൻ പോകുക. സോ സ്റ്റേ ടുഗദർ, പ്രേ ടുഗദർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഖത്തർ സെപ്റ്റംബർ 5 വ്യാഴാഴ്ച വൈകിട്ട് 8 മണി മുതൽ പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ശുശ്രൂഷിക്കുന്നു. സ്ഥലം ബേത്ലഹേം ഹാൾ, ആംഗ്ലിക്കൻ സെന്റർ, ദോഹ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 9743323292. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ് പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ശുശ്രൂഷിക്കുന്നു. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ. സ്ഥലം ഹാൾ നമ്പർ M08 ബാബ് അൽവാദ ഈവൻ മാനേജ്മെന്റ്, സമ റെസിഡൻസി, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 9715462400 അല്ലെങ്കിൽ 971504526391. കാരണം സ്നാപക യോഹന്നാനാണ് ഏറ്റവും ആദ്യമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയത്. ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ. ആദ്യത്തെ താക്കോല് തന്നത് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? കൈനീട്ട് മേടിക്കാൻ പറഞ്ഞില്ലേ? മാനസാന്തരമായിരുന്നു. അതാണ് ഒന്നാമത്തെ താക്കോൽ. അപ്പം അന്നേ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഈ ദൈവരാജ്യം അടുത്തടുത്ത് വരികയാണ്, ദൈവരാജ്യം വന്നുകൊണ്ടിരിക്കുകയാണ്, ആകയാൽ മാനസാന്തരപ്പെടുവിൻ. അപ്പോൾ അവിടം മുതൽ ആളുകൾ മാനസാന്തരപ്പെട്ട് ജനക്കൂട്ടങ്ങൾ എങ്ങോട്ട് കയറുകയാണ്? ദൈവരാജ്യത്തിനകത്തോട്ട് കയറി ആക്രമിച്ച് കീഴടക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ബിഫോർ ജോൺ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ കിങ്ഡം കുഡ് ഓൺലി ബി വ്യൂഡ് ഇൻ ദ ലൈറ്റ് ഓഫ് പ്രോഫസി. അതിനു മുമ്പൊക്കെ പ്രവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ദൈവരാജ്യത്തെ കാണാൻ മാത്രം, വിഷ്വലൈസ് ചെയ്യാൻ, ഇമാജിൻ ചെയ്യാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഈ സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ വാവ് ഈ സ്വർഗത്തിൻ്റെ ഗേറ്റൊക്കെ തുറന്ന് തള്ളിക്കയറാൻ തുടങ്ങി ജനം. മാനസാന്തരപ്പെടുന്നവർ, വിശ്വസിക്കുന്നവർ, ഇതൊക്കെ ഫോഴ്സിബിളി അകത്തേക്ക് തള്ളിക്കയറാൻ തുടങ്ങി. ഭയങ്കരമായി തള്ളിക്കയറ്റം ഉണ്ടായി. എന്നാൽ അതിനുശേഷം യേശു കർത്താവ് ശിഷ്യന്മാരെ ചേർത്ത് യേശു പ്രസംഗിച്ചപ്പോഴും അത് തന്നെ പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ. 10 പോയിൻ്റൊക്കെ എഴുതി വെച്ചുള്ള പ്രസംഗം ഒന്നുമില്ല, ആകെ ഒരൊറ്റ പ്രസംഗമുള്ളൂ. ദൈവരാജ്യം വന്നുകൊണ്ടിരിക്കുന്നു, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, ഇത് തന്നെ ഉള്ളൂ.
എന്നാൽ ഇങ്ങനെ ഈ പ്രസംഗം തുടങ്ങിയ ശേഷം ദ ഗേറ്റ്സ് ആർ ഓപ്പൺ. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ ഇതാ തുറന്നിരിക്കുന്നു. Men are pressing into it with passion resembling violence or desperation. കുറേ നാളായിട്ട് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ, കുറേ നാളുകളായിട്ട് ഭക്ഷണമില്ല. അപ്പോൾ ഒരു സന്നദ്ധ സംഘം ഒരു വലിയ ട്രക്കിൽ കുറേയധികം ഭക്ഷണമായിട്ട് വന്നിരിക്കുക. ഭക്ഷണപ്പൊതികളിങ്ങനെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ വന്ന് തിരക്കും കൂട്ടി 4000 വർഷമായി തുറക്കാത്ത ഒരു ഗേറ്റ് തുറക്കുകയാണെന്നിരിക്കട്ടെ. കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനൊരു രാജ്യമുണ്ടെന്നും അതിനകത്ത് കയറാമെന്നും ദൈവത്തിൻ്റെ രാജ്യമാണെന്നും സ്വർഗരാജ്യമാണെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതാ ആദ്യത്തെ അതിൻ്റെ ഹെറാൾഡ് എന്ന് പറയുന്നത് സ്നാപകയോഹന്നാൻ പ്രസംഗിക്കുമല്ല. അവിടെ ആ ഭാഗങ്ങളൊക്കെ ഈ മത്തായി 3, ലൂക്കോസ് 3 ഒക്കെ ഒന്ന് ആ അധ്യായങ്ങളൊന്ന് വായിച്ചു നോക്കണം. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാ കാലത്തെയും പോലെ തന്നെ, എല്ലാറ്റിലെയും പോലെ തന്നെ സാധാരണ ജനങ്ങളെല്ലാം ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നൊക്കെ അവൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നു. അത് കൂടാതെ അവിടെ പറയുന്ന പടജനവും എന്ന് വെച്ചാൽ സോൾജിയേഴ്സ് വരെ വന്നു. പട്ടാളക്കാരും സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ടവരെല്ലാം ഈ ദീർഘദൂരം യാത്ര ചെയ്ത് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിക്കുന്ന ഈ പ്രവാചകൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി വരികയാണ്. അവൻ കർത്താവിൻ്റെ വഴി വെട്ടി റെഡിയാക്കി നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകെയാണ് യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും രംഗപ്രവേശം. അപ്പോൾ ഇവിടെ ഈ മാനസാന്തരപ്പെട്ട ജനത്തിൻ്റെ തള്ളിക്കയറ്റത്തിൽ ഒരാൾ ചിന്തിക്കണം, ആരെങ്കിലും എന്നെ എടുത്തുകൊണ്ട് പോയി വീൽ ചെയറിൽ അല്ലെങ്കിൽ ആംബുലൻസിലൊക്കെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോകാമെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാം. അല്ലാതെ ഞാനായിട്ടൊന്നും പോയി ഈ ദൈവരാജ്യത്തിനകത്തോട്ടൊന്നും കയറാൻ പോകുന്നില്ല എന്നൊരാൾ ചിന്തിച്ചാൽ അവിടെ ഇരിക്കും. ദൈവരാജ്യം പിടിച്ചെടുക്കുന്നത് ഫോഴ്സിബിളായി, വയലൻ്റായി ആക്രമിച്ച് കയറുന്നവരാണ് ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, ബിംബാരാധികൾ തുടങ്ങി ഒരു വലിയ ഗണത്തെ ഇതെല്ലാം ഗേറ്റിന് വെളിയിലാണ്. പുതിയ യെരൂശലേമിൻ്റെ ഗേറ്റിന് വെളി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്നും ഭീരുക്കൾ, സമൂഹത്തെ ഭയപ്പെടുന്നവർ, മാതാപിതാക്കളെ ദൈവത്തേക്കാൾ കൂടുതൽ പേടിക്കുന്നവർ, സമുദായങ്ങളെ ഭയപ്പെടുന്നവർ, പഴയ മതപശ്ചാത്തലങ്ങളെ ഭയപ്പെടുന്നവർ, ഇവരെല്ലാം പുറത്തു നിൽക്കും. ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, മാനസാന്തരത്തോടെ തള്ളിക്കയറുന്നവരാണ് രക്ഷപ്പെടുന്നത്. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഭീരുക്കൾ എന്നാണ്. ഭീരുത്വം പാടില്ല. ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ ഭീരുക്കൾക്ക് കടക്കാൻ കഴിയില്ല. നട്ടല് വേണം. എന്ന് വെച്ചാൽ എതിർപ്പുകളെ അവഗണിച്ച് വേണം കയറാനെന്ന്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 16:16, Luke 16:16 ആദ്യം ന്യൂ കിങ് ജെയിംസ് വേർഷൻ വായിക്കുകയാണ്. The law and the prophets were until John. Since that time the kingdom of God has been preached and everyone is pressing into it. അവിടെ വെച്ചിരിക്കുന്ന വാക്കുകൾ everyone is pressing into it. തിക്കി തിരക്കി തള്ളി അകത്തോട്ട് കയറുകയാണ്. എൻ്റെ ബേസിക് നേച്ചർ അനുസരിച്ച് ഇപ്പോൾ ഒരു ക്യൂ അല്ലെങ്കിൽ വലിയ കുറേയധികം ആൾക്കൂട്ടമാണെങ്കിൽ ഞാനിങ്ങനെ മാന്യത കാണിച്ച് ഇങ്ങനെ മാറി നിൽക്കുന്ന ടൈപ്പാണ്. തിക്കി തിരക്കി തള്ളി മറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കയറുന്നൊരു രീതി എനിക്കില്ല. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയല്ല. ടീനേജിലായിരുന്നപ്പോൾ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ വീട്ടുകാരെയോ നാട്ടുകാരെയോ കാട്ടുകാരെയോ ആരെയും വകവയ്ക്കാതെ ഒറ്റയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും സപ്പോർട്ടില്ലാതെ, ആരുടെയും മോറൽ സപ്പോർട്ടില്ലാതെ, ആരുടെയും എൻകറേജ്മെൻ്റ് ഇല്ലാതെ അങ്ങ് വിശ്വസിച്ചു, അങ്ങ് മാനസാന്തരപ്പെട്ടു, അങ്ങ് തള്ളിക്കയറി അതിൻ്റെ അകത്ത് കയറി. അതിനുള്ള നട്ടലും ധൈര്യവും എന്നെ ഇവിടെ സംഭവിച്ചില്ല. ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ, പർവ്വതം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ, വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ ഒന്നിനെയും വകവച്ചില്ല, അങ്ങ് കയറി. Violent people lay hold of it. Violent people capture it.
മനുഷ്യരെ വകവയ്ക്കാതെ, മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ ഉള്ളവർക്ക് മാത്രമേ ധൈര്യത്തോടെ അകത്തു കയറാൻ പറ്റൂ. ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നത്? നിങ്ങളിൽ ആരെങ്കിലും ദൈവരാജ്യത്തിനകത്തോട്ട് കയറാതെ പഴയ സമുദായങ്ങൾ, പഴയ സഭാവിഭാഗങ്ങൾ, പഴയ രീതികൾ, പാരമ്പര്യങ്ങൾ, ഇന്നയാൾ ചെലവിന് തരുന്നു, അയാൾ വെറുപ്പിച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകും, അപ്പനും അമ്മയും ചത്ത ശേഷം അവരുടെ കബറടക്കം കഴിഞ്ഞ ശേഷം സ്നാനപ്പെടാം, ബ്ലെസ്സിങ് ടുഡേയിൽ പോകാം, പ്രാർത്ഥനകൾക്കൊക്കെ പോകാം, ദൈവം ഒരു ദിവസം ഒരു വഴി ഉറക്കുമായിരിക്കും, അന്ന് ഞാൻ പോകാം, അങ്ങനെയുള്ളവരൊക്കെ പുറത്ത് നിൽക്കും. മക്കളെ, ഭീരുത്വം പാടില്ല. പറഞ്ഞേ, എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഭീരുത്വം പാടില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഭീരുത്വം പാടില്ല. കവർഡിസ്, ഭീരുത്വം വേണ്ട, നല്ല ധൈര്യം വേണം, ആരെ നോക്കരുത്. അങ്ങനെയുള്ളവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്നാണ് ഈ പറയുന്നത്. ഈ ലൂക്കോസ് 16:16 തന്നെ ഈ ന്യൂ ഇന്റർനാഷണൽ വെർഷൻ വായിച്ചാൽ അതിൻ്റെ അവസാനം വരുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, എവ്രി വൺ ഈസ് പ്രസ്സിങ് ഇൻ ടു ഇറ്റ്. അതിന് പകരം NIV പറഞ്ഞിരിക്കുന്നത് എവ്രി വൺ ഈസ് ഫോഴ്സിങ് ദെയർ വേ ഇൻ ടു ഇറ്റ്. എല്ലാവരും എന്ത് ചെയ്യുന്നു? തിക്കി തിരക്കി അതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇങ്ങനെ നേച്ചറുള്ള ആളുകൾ ആരെയും വകവയ്ക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആരെയും വകവയ്ക്കില്ല. അങ്ങനെയുള്ളവർ, സച്ച് വയലന്റ് പീപ്പിൾ വിൽ സ്റ്റാൻഡ് ട്രൂ വെൻ റിലേറ്റീവ്സ് ഓപ്പോസ് ദം. ബന്ധുക്കൾ വന്ന് അവരെ തടഞ്ഞാൽ പോലും അവർ പിടിച്ചു നിൽക്കും, അവർ വിശ്വാസത്തിൽ നിന്ന് പോകില്ല. ആരെയും പ്രസാദിപ്പിക്കുന്ന പ്രശ്നമില്ല. കുഞ്ഞ് വചനം തരാം, മാത്യു 10:35-39. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 39 വരെ വായിക്കണം. For I have come to turn a man against his father, a daughter against her mother, a daughter-in-law against her mother-in-law. A man's enemies will be the members of his own household. Anyone who loves their father or mother more than me is not worthy of me. Anyone who loves their son or daughter more than me is not worthy of me. Whoever does not take up their cross and follow me is not worthy of me. Whoever finds their life will lose it, and whoever loses their life for my sake will find it. ഇതൊരു ഭയങ്കര സംഭവമാണ്. വേറെ സ്ഥലത്ത് കർത്താവ് പറയുന്നത്, സമാധാനമല്ല വാളത്രയിടുവാൻ ഞാൻ വന്നിരിക്കുന്നത്. യേശു കർത്താവ് ജനിച്ച സമയത്ത് ഒരു ഏഞ്ചലിക് ക്വയറിൻ്റെ ഒരു യൂണിറ്റ്, സ്വർഗീയ ക്വയറിൻ്റെ ഒരു യൂണിറ്റ് ഇറങ്ങി വന്നിട്ട് ആട്ടിടയന്മാരൊക്കെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നൊരു പാട്ട് പാടിയതവർക്കുണ്ട്, ജോയ് ടു ദ വേൾഡ് അന്ന് പറഞ്ഞൊരു സാധനമാണ്. അവർ പ്രഖ്യാപിച്ചതാണ്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അപ്പം നമ്മൾ പറയുന്നത്, യേശു കർത്താവ് ഭൂമിയിലേക്ക് സമാധാനവുമായിട്ടാണ് വന്നത്. പോകാൻ നേരത്തെ യേശു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം. അപ്പോൾ ലോകത്തിന് തരാനോ എടുത്തു കളയാനോ കഴിയാത്തൊരു സമാധാനം ഞാൻ നിങ്ങൾക്ക്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടാണ് പോകുന്നത് യേശു പറഞ്ഞു. ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാനല്ല യേശു വന്നത്. എന്നാൽ ഈ ഭാഗത്ത് പറയുന്നത്, സമാധാനമല്ല വാളത്ര ഇടുവാൻ ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നു. എന്താണ് ഇത് രണ്ടും കൂടി എങ്ങനെ കൂട്ടുമുട്ടിക്കും? ഒരു സ്ഥലത്ത് പറയുന്നു ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം, വേറെ സ്ഥലത്ത് യേശു പറയുന്നു ഞാൻ സമാധാനമല്ല വാളത്ര ഇടുവാൻ വന്നിരിക്കുന്നത്. ഇത് രണ്ടും എങ്ങനെ വ്യാഖ്യാനിക്കും മക്കളെ? ഉത്തരം പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, ഭൂമിയിൽ എല്ലാവർക്കും സമാധാനത്തിന് ഞാൻ വന്നു എന്നല്ല യേശു പറഞ്ഞത്, ദൈവപ്രസാദമുള്ളവർക്ക് എന്നാ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ, കർത്താവിൽ വിശ്വസിച്ച്, ഹേയ് ഇവിടെ ശ്രദ്ധിക്കുക, വേറെ ഒന്നും ചെയ്യില്ല, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, എല്ലാ പരിപാടിയും നിർത്തും, ഇവിടെ നോക്ക്. ഭൂമിയിൽ ആരവനിൽ വിശ്വസിച്ച് ഈ ദൈവരാജ്യത്തിനകത്തോട്ട് കയറുമോ അവർക്കേ ഉള്ളൂ സമാധാനം. ബാക്കിയൊക്കെ അസമാധാനമായിട്ട് ഈ ലോകത്തിൽ കിടക്കുന്ന. കേൾക്കുന്നുണ്ടോ? ആര് വ്യക്തിപരമായി ഈ സമാധാനം ഒരു തരത്തിൽ പറഞ്ഞാൽ വ്യക്തിപരമാണ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനമെന്ന് ഫിലിപ്പി ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ സമാധാനം വ്യക്തിപരമാണ്. യേശു തരുന്ന സമാധാനം.
എന്നാൽ ഹൃദയത്തിൽ സമാധാനം യേശുവിൽ നിന്ന് കിട്ടിയവർക്ക് തന്നെ വീടിനകത്ത് വാളുണ്ടാകാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന ആദ്യ സമയത്ത്, ഞാനും എൻ്റെ സഹോദരിമാരൊക്കെ വിശ്വാസത്തിൽ വന്ന ആദ്യ സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് തന്നൊരു വചനമാണിത്. അവിടെ പറയുന്നത്, സി ഫോർ ഐ ഹാവ് കം ടു ടേൺ എ മാൻ അഗെയിൻസ്റ്റ് ഹിസ് ഫാദർ. ഒരു വ്യക്തി തൻ്റെ പിതാവിനോടും മകൾ അമ്മയോടും മരുമകൾ അമ്മാവി അമ്മയോടും ഒക്കെ ഛിദ്രിക്കുന്ന രീതിയിൽ, എ മാൻസ് എനിമി വിൽ ബി ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഓൺ ഹൗസ് ഹോൾഡ്. സ്വന്തം ഭവനക്കാർ തന്നെ അവൻ്റെ ശത്രുക്കളായി മാറും ഞാൻ നിമിത്തം. എന്ന് വെച്ചാൽ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ചിലർ പറയും, നീ മതം മാറി, നീ ഫോറിൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് വേണ്ട. ചില മതങ്ങൾ വിട്ട് യേശുവിൽ വിശ്വസിച്ചാൽ അവരെ കൊല്ലണമെന്നാണ് നിഷ്കർഷം. അങ്ങനെ പോകുന്നവരെ, യേശുവിൽ വിശ്വസിച്ച് പോകുന്നവരെ കൊന്നുകളയണം. കൊന്നു കളഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടും. അങ്ങനെ വിശ്വസിക്കുന്ന മതങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ യേശു തന്നെ പറയുന്ന സമാധാനമല്ല വാളിടാനാണ് വന്നിരിക്കുന്നത്. ഒരു വീടിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബാംഗങ്ങൾ പോലും ഛിദ്രിക്കും. അപ്പോൾ കുടുംബസമാധാനം എന്ന് പറയുന്നത് എന്താണ് ബ്രദറെ? ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, ഓരോരുത്തരുടെ ഉള്ളിൽ യേശു വന്നു കഴിയുമ്പോഴാണ് അവരവർക്ക് സമാധാനം. അങ്ങനെയുള്ള സമാധാനമുള്ള ഒത്തിരി പേര് ഒരുമിച്ച് കൂടിയാൽ അതിനിടയിൽ സമാധാനമുണ്ട്. അല്ലാത്തവർ തമ്മിൽ ഛിദ്രമുണ്ടാകും. എന്നിട്ട് അവിടെ പറയാം 37-ാമത്തെ വചനത്തിൽ, എനിവൺ ഹു ലവ്സ് ദെയർ ഫാദർ ഓർ മദർ മോർ ദാൻ മീ ഈസ് നോട്ട് വർത്തി ഓഫ് മീ. എന്നേക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. പിന്നെ മകനെയോ മകളെയോ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ അയാൾ എനിക്ക് വേണ്ട. ഓരോ ദിവസവും ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവനെ പിടിച്ചുകൊണ്ടിരുന്നാൽ അത് പോവും. സ്വന്തം ജീവനെ കളഞ്ഞാൽ, എനിക്ക് വേണ്ടി നഷ്ടമാക്കിയാൽ തിരിച്ചു കിട്ടും. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. വാവ് വാവ് വാവ്. ഈ വെളിപ്പാട് എല്ലാവരുടെ അകത്ത് ലഭിക്കട്ടെ, എല്ലാവരുടെ അകത്ത് ലഭിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് 6-ാം താക്കോൽ, സ്വർഗം തുറക്കാനുള്ള 6-ാമത്തെ താക്കോൽ, എൻഫോഴ്സിങ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഓൺ എർത്ത്. ദൈവരാജ്യത്തെ ഈ ഭൂമിയിലേക്ക് ബലം പ്രയോഗിച്ചു കൊണ്ടുവരിക. അല്ലെങ്കിൽ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിനകത്തേക്ക്, ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ എവിടെയാണിതെന്ന് നോക്കിയാൽ മാപ്പിലൊന്നും കാണില്ല. ഈ രാജ്യം വേൾഡ് മാപ്പിലൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. പല രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇത് കാണില്ല. പക്ഷേ ദിസ് ഈസ് കവറിങ് ഓൾ ദ കിങ്ഡംസ് ഓഫ് ദ വേൾഡ്. എല്ലാ രാജ്യങ്ങളിലും മറഞ്ഞു കിടക്കുന്ന ഒരു രാജ്യമാണ് ദൈവരാജ്യം. ഏത് ലോകത്തിൻ്റെ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തിലോട്ട് പ്രവേശിക്കാൻ പറ്റും. എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് ധൈര്യപൂർവ്വം പിന്തിരിപ്പിക്കുന്ന ഒന്നിനും ചെവി കൊടുക്കാതെ, ആര് വെറുത്താലും ആര് തല്ലിക്കൊന്നാലും കല്ലെറിഞ്ഞു കൊന്നാലും ഞാൻ ഈ രാജ്യത്തിൽ കയറും, നിത്യരാജ്യത്തിൽ കയറുമെന്ന് പറഞ്ഞുകൊണ്ട് ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നവരാണ് തള്ളിക്കയറുന്നത്. എനിക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാനുണ്ട്. നാളെ ഞാൻ സംസാരിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബൈ ദ വേ, ദയവായി ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്താൽ ഒത്തിരി പേര് ഇതിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും. ഓക്കെ, കൈനീട്ടാം. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കെട്ടുകൾ അഴിഞ്ഞു പോട്ടെ. ചില ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. കർത്താവ് ഒരു വലിയ വിടുതൽ അയക്കുന്നതിനായി നന്ദി. ഏത് രോഗമാണ് കൈനീട്ട് യേശുവിൻ നാമത്തിൽ. സാമ്പത്തിക വിടുതലുകൾ, ക്ഷയരോഗം മുതലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സ്പർശിക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഹായ് സിസ്റ്റേഴ്സ്, ഈ ആഴ്ചയിൽ വിമൻസ് കോൺഫറൻസിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേകമായിട്ട് റീജിയണൽ വൈസ് ആയിട്ടുള്ള ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഞങ്ങൾ പലയിടത്തേക്കും വരാനായിട്ട് പോവുകയാണ്. ഈ ആഴ്ചയിലെ 6, 7 അതായത് വെള്ളി, ശനി ഈ 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ തിരുവല്ലയിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിലേക്കും വരാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് കടന്നു വരണം, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഈ ഗ്ലോ വിമൻസ് കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ കൗണ്ടറുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വലുത് ചെയ്യാൻ പോകുക. സോ സ്റ്റേ ടുഗദർ.
pray together. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഖത്തർ സെപ്റ്റംബർ 5 വ്യാഴാഴ്ച വൈകിട്ട് 8 മണി മുതൽ പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ശുശ്രൂഷിക്കുന്നു. സ്ഥലം ബേത്ലഹേം ഹാൾ, ആംഗ്ലിക്കൻ സെന്റർ, ദോഹ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 9743323292. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ് പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ശുശ്രൂഷിക്കുന്നു. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ. സ്ഥലം ഹാൾ നമ്പർ M08 ബാബ് അൽവാദ ഈവൻ മാനേജ്മെന്റ്, സമ റെസിഡൻസി, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 971585462400 അല്ലെങ്കിൽ 971504526391.